വചനം വചനം ത്രിയേക ദൈവമം വചനം. സുവിശേഷങ്ങളിലെ കരുണയുടെ സുവിശേഷമെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ഉപമയായ ധൂർത്തപുത്രൻ്റെ ഉപമയെ ധ്യാനിക്കുന്ന ട്രെസ്കാന്തോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പുകളില്ല. അത്രമാത്രം പ്രതീക്ഷയോടെ മക്കളെ പരിപാലിക്കുന്ന ഒരു പിതാവും, എന്നാൽ ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വിലയും നിലയും നിഷേധിച്ച് പിതാവിനെ വിട്ടുപോകുന്ന ഇളയ മകനും, പിന്നീട് ആ സ്നേഹത്തിൻ്റെ അഭാവത്തിൽ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി തിരികെ വരുന്ന ആ മകനും, അതിൽ അവർക്ക് വീണ്ടു കിട്ടുന്ന സന്തോഷവുമാണ് ഈ ഉപമയുടെ കാതലായ ഭാഗം. എന്താണ് ഈ തിരിച്ചുവരവിന് ഇടയാക്കിയ ഘടകങ്ങൾ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇവിടെ 3 തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി ഒരു തിരിച്ചറിവാണ്. അതായത് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 17-ാം വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഈ വചനം അല്ലെങ്കിൽ ഈ ഒരു ധ്യാനചിന്ത ആ മകനെ ഒരു തിരിച്ചറിവിന് ഇടയാക്കുകയാണ്. അവൻ ഭക്ഷണത്തെക്കാൾ ഉപരിയായിട്ട് ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർമ്മ വരികയാണ്. ആ പിതാവിൻ്റെ സ്നേഹം തൻ്റെ ഭൃത്യന്മാർ പോലും അതിർവരമ്പുകളില്ലാതെ അനുഭവിക്കുന്നത് അവൻ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, തനിക്ക് വേണ്ടി ക്ഷീണം ഏറ്റെടുക്കുന്ന ആ പിതാവിനെക്കുറിച്ച് അവൻ ഓർമ്മ വരികയാണ്. അതാണ് അവൻ്റെ തിരിച്ചുവരവിനുള്ള ഒന്നാമത്തെ ആ ഘടകം. രണ്ടാമതായി ഒരു തീരുമാനം അവരെടുക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു തലം നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. കാരണം പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള ഒരു തീരുമാനമാണ് അവനെ അതിനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. ഇനി പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ, മനസ്താപത്തിൻ്റെതായ കാര്യങ്ങൾ, ഏറ്റുപറച്ചിലിൻ്റെതായ കാര്യങ്ങൾ എല്ലാം അവൻ മനസ്സിൽ കുറിച്ചുകൊണ്ട് ആ ഒരു തീരുമാനത്തിന് വിധേയനാകുകയാണ്. 3-ാമത്തെ തലം തിരിച്ചുവരവാണ്. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഈ തപസ്സുകാലം തൻ്റെ അടുക്കിലേക്ക് വന്ന മകൻ്റെ സ്നേഹത്തിൽ സന്തോഷിക്കുന്ന ആ പിതാവിനെക്കുറിച്ച് ധ്യാനിക്കാതെ നമ്മുടെ ഈ തപസ്സുകാലം കടന്നു പോകരുത്. ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം ഡിലിസിറ്റ് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം 187-ാം നമ്പറിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നു. മാപ്പ് ചോദിക്കുന്നതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് ഏറ്റുപറച്ചിൽ ക്രിസ്തീയ ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പശ്ചാത്തപിക്കുന്ന ഹൃദയം കർത്താവിന് സ്വീകാര്യമായതിനാൽ അവിടുന്ന് അത് അംഗീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് നമുക്ക് ഓടിച്ചെല്ലാനും ആലിംഗനം ചെയ്യാനും നമ്മെ സ്വീകരിക്കുവാനും ഉതകുന്ന ഒരു മാതാപിതാക്കളുണ്ടെങ്കിൽ ഓർക്കുക, ഒരു കുഞ്ഞും ഈ ലോകത്തിൽ വഴിതെറ്റിപ്പോകുകയില്ല. ഈ വചനധ്യാനത്തിലൂടെ സദ്ഗുണസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് മനസ്സിലാകുവാനും
അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം പതിമടങ്ങാണെന്ന് മനസ്സിലാക്കുവാനും ഒപ്പം തന്നെ അനുതാപത്തിൻ്റെ ആ മനസ്സോടുകൂടി ഈ 3 തലങ്ങളും ഈ ഇളയ മകൻ ഏറ്റെടുത്തതുപോലെ ഒന്നാമതായി അവിടെ കാണുന്ന അവൻ്റെ തിരിച്ചറിവ്, രണ്ടാമത്തെ തലമായിരുന്നു അവരുടെ തീരുമാനം, മൂന്നാമത്തത് തിരിച്ചുവരവ് തന്നെയാണ്. ഇതും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും സാധ്യമാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.